यदि माताजी ഹരേ കൃഷ്ണ സർവ്വ നോക്കിയിട്ട് പോലുമില്ല ഒന്നും. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. മാത്രം നോക്കിയിട്ടുണ്ട് ഹരേ മാതാജി കൃഷ്ണ പറയും. സതി മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ഗീത മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ഹരേ സബിന കൃഷ്ണ. മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. കാര്യം ആർക്കും കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനിന്ന് ക്ലാസ് നിർത്തിയ കാര്യം ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് നോക്കിയപ്പം സതി മാതാജിയുടെ ഒക്കെ മെസ്സേജ് ഗ്രൂപ്പിൽ കണ്ടു. അപ്പോൾ പിന്നെ ഞാനൊന്ന് എക്സിറ്റ് ആയിട്ട് റീജോയിൻ ചെയ്തപ്പോഴാണ് ശരിയായത്. അപ്പം അങ്ങനെ ഒരു 10 മിനിറ്റോളം വൈകി. നമുക്കപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇപ്രാവശ്യം ഞാൻ ക്ലാസ് എടുക്കണം ഏറ്റിരുന്നത് ഞാൻ അംബിക മാതാജിയാണ്. മാതാജി എന്തോ ഗുരുവായൂർക്ക് പോവാണെന്ന് പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞ് മാതാജി കയറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒക്കെ ആയിട്ട് അങ്ങ് എടുക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിന്ന് ശ്ലോകം വായിക്കാം. നിങ്ങൾ ശ്ലോകം വായിച്ചോളൂ ഓരോരുത്തരായിട്ട്. ഇപ്പം ഗീതാ മാതാജി ശ്ലോകം വായിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്ലോകം റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൃഷ്ണകുമാരി മാതാജി വായിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരോടും പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. ഹരേ കൃഷ്ണ ഗീതാ മാതാജി. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ മാതാജി, ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മാതാജി പറയണം, അധ്യായം പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് അങ്ങനെ പറയണം. ചിലർക്കൊന്നും അറിയത്തില്ല ശ്ലോകം ഏതാണ്. അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 20. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ല, ഞാൻ പറയാം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി ഇങ്ങനെ ഒന്ന് വായിച്ചോളൂ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാഭി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ സതി മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 20. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പദാനുപദ തർജ്ജമ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹി എന്തെന്നാൽ ജനകാദികളായ രാജാക്കന്മാർ കർമ്മണായവ കർമ്മം കൊണ്ട് തന്നെ സംസിദ്ധി പരിപൂർണതയിൽ ആസ്ഥിത എത്തിച്ചേർന്ന് ലോകസംഗ്രഹം സാമാന്യ ജനങ്ങളെ ഏവ അഭി തന്നെയും സംപശ്യൻ ദർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർത്തുകൊണ്ട് കർത്തും കർമ്മം ചെയ്യാൻ അർഹസി നീ അർഹിക്കുന്നു. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം സവിത മാതാജി. ഹരേ കൃഷ്ണ. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്കു വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിന്റെ ഭാവാർത്ഥം നമുക്ക് ഇനി വായിക്കാനുള്ള ആരാണ്? ഷിബി മാതാജി. ഷിബി മാതാജി ഉണ്ടോ? ഇല്ല. രാധിക മാതാജി വായിച്ചോളൂ. ഉണ്ടല്ലേ? ഉണ്ട്. ജനകനെ പോലുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു. തന്മൂലം അവർക്ക് വൈദിക വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യവുമില്ലായിരുന്നു. എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി
വിധിവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തു പോന്നു. സീതാദേവിയുടെ പിതാവും ശ്രീരാമന്റെ ശ്വശുരനുമായിരുന്നു ജനകൻ. മഹാനായ ഒരു ഭഗവത് ഭക്തനായിരുന്നതുകൊണ്ട് അദ്ദേഹം അതീന്ദ്രിയ പ്രജ്ഞനായിരുന്നു. എങ്കിലും മിഥിലയിലെ രാജാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയത കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ഭഗവാൻ കൃഷ്ണനും നിത്യ സുഹൃത്തായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിന് മുമ്പും അത് ഒഴിവാക്കാനായി എല്ലാ പരിശ്രമവും നടന്നു. ഭഗവാൻ കൃഷ്ണൻ പോലും ഒത്തുതീർപ്പിന് ശ്രമിച്ചു. എന്നാൽ മറുകക്ഷി പോരിൽ തന്നെ ഉറച്ചിരുന്നു. അങ്ങനെ ഒരു ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി പൊരുതേണ്ടത് ആവശ്യമാണ്. കൃഷ്ണബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങൾ താല്പര്യമുണ്ടായില്ലെന്നു വരാം. എങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ആ ഭക്തൻ കർമ്മനിരതനായിരിക്കും. കൃഷ്ണബോധത്തിൽ അനുഭവജ്ഞാനം നേടിയുള്ളവർക്ക് മറ്റുള്ളവരെയും തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും. തുടർന്നുള്ള ശ്ലോകങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ജനക മഹാരാജാവിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പം ആരാണ് ജനകൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനകന്റെ പുത്രി ആരാണ്? സീത സീത. ജാനകി സീതാദേവി. അല്ലേ? ജാനകി. ജാനകി. അപ്പൊ അങ്ങനെ ആ ജനക മഹാരാജാവിൻ്റെ ആ ഒരു മാഹാത്മ്യം നമ്മൾ പല പല ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജനക മഹാരാജാവ് എതിരാണ് നമ്മളുടെ മഹാജനങ്ങളിൽ ഒരാളാണ്. 12 മഹാജനങ്ങളിൽ അന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ആ ശ്ലോകം എനിക്കൊന്ന് രാധിക മാതാജിക്ക് ഓർമ്മ കാണുമായിരിക്കും അല്ലേ? ഞാൻ മറന്നുപോയി. പ്രഹ്ലാദോ നാരദ ശംഭു എന്ന് പറയുന്നത് മാതാജിക്ക് ഓർമ്മയുണ്ടോ? 12 മഹാജനങ്ങളുടെ അല്ലേ പ്രഭു? അതെ അതെ. പ്രഹ്ലാദോ നാരദ ശംഭു വൈർ അങ്ങനെയുണ്ട്. ഒരു മിനിറ്റ് എനിക്ക് നോക്കി ചൊല്ലേണ്ടി വരും. സ്വയംഭൂ നാരദോ ശംഭു കുമാര കപിലോ മനോ പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യ സഖിർവയ. സ്വയംഭൂ നാരദ ശംഭു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 12 മഹാജനങ്ങളിലുള്ളതിൽ നമുക്ക് ഈ ജനക മഹാരാജാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പം മഹാജനങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മഹാത്മാക്കൾ എന്ന് പറയുമ്പം സാധാരണ ആളുകളല്ല. അവർ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ച് മനസ്സിലാക്കി ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാനായിട്ട് അവരുടെ മനസ്സും ശരീരവും സമ്പത്തും അതുപോലെ തന്നെ രാജ്യവും എല്ലാം തന്നെ സമർപ്പിച്ച വ്യക്തിത്വങ്ങളാണ് മഹാജനങ്ങൾ എന്ന് പറയുന്നത്. സർവ്വതും തന്നെ സമർപ്പിച്ച വ്യക്തികൾ, അവരുടെ ഇന്ദ്രിയ സമർപ്പണം പോലും. പിന്നെ അവരെന്തെങ്കിലും ചെയ്യുന്നതൊക്കെ തന്നെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. അവർ പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും അവരെന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നത് തന്നെ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ഭാഗവതം പറയുന്ന 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തി ഇവിടെ ഭഗവാൻ എടുത്ത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു ആ മഹാത്മാവിൻ്റെ കാര്യം. അപ്പം അത് എത്രമാത്രം ആ മഹാത്മാവ് വലുതാണെന്നറിയാം. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ സുസ്തികയുടെ ഒരു ക്ലാസ്സിൽ കേട്ടപ്പോൾ അഷ്ടാവക്ര മഹർഷിയുടെ ഒരു കഥ പറഞ്ഞപ്പോൾ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ചെല്ലുന്നതായിട്ട് ബന്ധപ്പെട്ട് എനിക്കിപ്പോൾ അത് പറയാൻ അറിയില്ല. ഇനി അത്രയും കഥ പറഞ്ഞ് സ്ട്രെയിന് എടുക്കുന്നുമില്ല എന്ന് വിചാരിച്ച് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ഇവിടെയായിട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ കഥയുടെ രസം പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇല്ലല്ലേ? അപ്പോൾ അങ്ങനെ ഈ മഹാജനങ്ങൾ അവരുടെ നമ്മളെ എന്താ പറയുക ഈ BMW മുഴുവനും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കണം അല്ലേ? ബോഡി മൈൻഡ് വർക്ക്, ശരീരം മനസ്സ് അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ അവരൊക്കെ പ്രവർത്തിക്കുന്നതിന് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർ ചിലപ്പോൾ നമ്മളുടെ കണ്ണിൽ അവർ ചെയ്യുന്നത് എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഭീഷ്മദേവരുടെ പല പ്രവൃത്തികളും നമുക്ക് സുഖമായിട്ട് തോന്നിയില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം എന്താണ് അധർമ്മത്തിൻ്റെ പക്ഷത്താണല്ലേ. പക്ഷെ അദ്ദേഹം വേറൊരു
ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്. സത്യം, ഞാൻ സത്യം മാത്രമേ പാലിക്കുകയുള്ളൂ, സത്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത വാക്കിൻ്റെ പുറത്ത് പാലിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നിഷ്ഠയോടുകൂടി പോന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു നിഷ്ഠയുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന് എൻ്റെ ഒരു ടൂളാണ് ഇവർ ശരിക്കും, ഇവരൊക്കെ. അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് പലതും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് ഭഗവാന്റെ നിശ്ചയവും ഭഗവാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും മാത്രമാണ് ഈ മഹാജനങ്ങൾ ചെയ്യുന്നത്. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ജനകൻ തുടങ്ങിയ മഹാരാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചിട്ടുണ്ട് അവർ പരിപൂർണതയിൽ എത്തിച്ചേരും. അപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്നതാണ് എന്ന്, ഇപ്പം വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്ന് നമ്മൾ വിചാരിക്കുക, എന്താണ് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ. അപ്പം അതിനെപ്പറ്റി നമുക്ക് പറയാം. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം എന്താണ് സാധാരണ ജനങ്ങളൊക്കെ തോന്നുന്നുണ്ട്, അതായത് കൃഷ്ണനോ അർജുനനോ പ്രത്യേകിച്ച് ഒരു യുദ്ധം ചെയ്യേണ്ടതോ അങ്ങനത്തെ ഉള്ളൊരു പ്രത്യേകിച്ച് ഈ ഗീത ഉപദേശിക്കേണ്ട കാര്യമോ ഇല്ല. പക്ഷെ അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഗീത ഉപദേശിച്ചതും അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചതും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത്. ശ്ലോകത്തിൻ്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോ അർജുനനോ യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യകതയും ഇല്ല. ഈ ജനകൻ പോലെയുള്ള മഹാരാജാക്കന്മാര് രാജ്യം ഭരിച്ചിരുന്നു. രാജർഷിയാണ് ജനകൻ, അല്ലേ? ഋഷി തുല്യനായ രാജാവ്. വേറൊരാളെ അറിയാലോ, അംബരീഷ മഹാരാജാവ്, അല്ലേ? പിന്നെന്താണ് വിശ്വാമിത്രൻ, രാജർഷി വിശ്വാമിത്രൻ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അതായത് ക്ഷത്രിയരാണെങ്കിൽ കൂടിയും ഋഷി തുല്യമായ ജീവിതം ജീവിക്കുക. അതായത് രാജ്യപ്രവർത്തനങ്ങൾ എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. പക്ഷെ ഭഗവാനും ഇപ്പം ഏകാദശി ആണെങ്കിൽ ആ രാജ്യം മുഴുവൻ ഏകാദശി ആഘോഷിക്കുക. അന്നത്തെ ജനങ്ങൾ മുഴുവനും അന്നെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ സ്തുതിക്കും. അതുപോലെ തന്നെ ദീപാവലി വരുവാണെന്നുണ്ടെങ്കിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കും. നവരാത്രി വരുവാണെങ്കിൽ മുഴുവൻ ആഘോഷിക്കും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഏത് ഉത്സവങ്ങളും ഏത് വ്രതങ്ങളും ഏത് തീർത്ഥാടനങ്ങളും ഒക്കെ തന്നെ രാജാവടക്കം എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കും. പിന്നെ അധർമ്മപരമായിട്ടുള്ള ആധാർമികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ നടക്കില്ല. ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ മഹാജനമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കില്ല, രാജ്യത്തെ സംരക്ഷിക്കും. ആ ക്ഷത്രിയൻ എന്ന നിലയിൽ രാജ്യത്തെ സംരക്ഷകൻ കൂടിയായിരിക്കും. അല്ലെ, അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്യും, ധർമ്മം ചെയ്യും, എല്ലാം പരിപാലിച്ച് പോകുന്നു. അപ്പം തന്നെ എന്താണ്, ഭഗവാന്റെ സേവകനാണ് ഞാൻ എന്നുള്ളൊരു വിചാരത്തോടുകൂടി ഭഗവാന്റെ ആജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാവരും തന്നെ. നമ്മൾ അതിലൊരു വ്യക്തിത്വത്തിനെ കണ്ടല്ലേ, യമധർമ്മദേവൻ. യമധർമ്മദേവൻ ഭഗവാനോട് ഒരു പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് കർമ്മം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന് കർമ്മം ഒന്നും ചെയ്യേണ്ടാത്ത ഒരവസ്ഥ വന്നു. അതെപ്പോഴാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? വിതുരരായി അജാമിളൻ അജാമിള മോക്ഷത്തിന് സമയത്ത് അദ്ദേഹം ഭഗവാനോട് കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം യമദൂതന്മാരെ ഉപദേശിക്കുമായിരുന്നു. അതായത് ആരെങ്കിലും കഴുത്തിൽ ഇതുപോലത്തെ തുളസി ഇട്ടിരിക്കുന്ന മാല, കണ്ടിമാല ധരിച്ചിരിക്കുകയോ ആരുടെയെങ്കിലും വീട്ടിൽ തുളസി നടുകയോ ആരെങ്കിലും ഹരിനാമം ജപിക്കുകയോ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ളവരടുത്തേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് യാതൊരു അവകാശവും ഇല്ല എന്ന് പാർഷദന്മാരോട് ഉപദേശിക്കായിരുന്നു. പിന്നെ അവർ യമപാർഷദന്മാർ വിചാരിച്ചുകൊണ്ടിരുന്നു യമധർമ്മരാജാവാണ് അവരുടെ മുതലാളി അല്ലെങ്കിൽ അവരുടെ ബോസ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ആരും ഇല്ല ആണ് ധരിച്ചിരുന്നത്. ഇതാണ് നമ്മളുടെ ബോസ്, ഇദ്ദേഹം ആരെയും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് മുതൽ അതിന് മാറ്റം ഉണ്ടായി. എനിക്കൊരു ബോസ് ഉണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞയാണ് പാലിക്കുന്നത് എന്ന് യമദൂതന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തു. ആ ബോസ് ആരാണ്? ആ ബോസിൻ്റെ ദാസന്മാരാണ് അവിടെ വന്ന് നിങ്ങളെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാക്കി. ആ ബോസിൻ്റെ ആജ്ഞാനുപ്രകാരം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമം ആര് ജപിക്കുന്നുവോ ആ ഏരിയയിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞ് നടക്കാനോ പോകാനുള്ള അധികാരമില്ല എന്നുള്ള കാര്യം അവിടെ വെച്ചിട്ട് നമ്മളെ ആ അജാമിള മോക്ഷത്തിൽ കൂടെ അത് വ്യക്തമാക്കി തന്നു ഭഗവാൻ.
അപ്പൊ അങ്ങനെ നീലമാധവ ക്ഷേത്രത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അതായത് മൂലസ്ഥാനം നീലമാധവ ക്ഷേത്രമാണ്. നീലാചലം എന്ന് പറയും ജഗന്നാഥപുരിയിലെ. അപ്പൊ ജഗന്നാഥപുരിയിലെ ഈ നീലാചലത്തില് ആ, നീലമാധവൻ കലിയുഗത്തില്, അതായത് ഡയറ്റി ആയിട്ട് നീലമാധവനും ലക്ഷ്മി ദേവിയും ഇവിടെ വന്ന് അവതരിച്ചു. അത് ഡയറ്റി രൂപത്തിൽ, അതായത് വിഗ്രഹ രൂപത്തിൽ അവതരിച്ചു. അപ്പൊ അങ്ങനെ അതിനൊരുപാട് കഥകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഈ അവിടുത്തെ രാജാവ് ഇന്ദ്രദ്യുമ്ന രാജാവിന് ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രം എല്ലാം പണിതിട്ടിരിക്കുന്നു. അവിടെ വെക്കാനായിട്ട് ഡയറ്റി ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ വലിയ സ്റ്റോറിയാണ്, അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ അനുചരന്മാരെ അദ്ദേഹത്തിന് മന്ത്രിയെ വിട്ടു. അപ്പൊ ആരോ പറഞ്ഞറിഞ്ഞു ഇതുപോലെ നീലാചലത്തില് അവിടെ നീലമാധവനും ലക്ഷ്മി ദേവിയും കൂടി അവതരിച്ചിരിക്കുന്നു. അപ്പം അവിടെ ചെന്ന് ആ ഭഗവാനെ ദർശിച്ച് ഭഗവാനെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കുടിയിരുത്താമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകാൻ. അവിടെ ഗിരിവർഗക്കാരാണ് താമസിക്കുന്നത്, ആദിവാസികൾ. അപ്പൊ അങ്ങനെ ആദിവാസികളായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഈ വഴി അന്വേഷിച്ച് പോകുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു കൊണ്ടുപോയി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണ് മൂടി കെട്ടണം, ആ ഒരു കണ്ടീഷനിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇദ്ദേഹം ബുദ്ധിമാനായതാണ്. ഇദ്ദേഹം കടുകിന്റെ ഒരു സഞ്ചി കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അപ്പൊ കടുകിന്റെ ഒരു പ്രത്യേകത എന്താണ്? പോകുന്ന വഴി ഇങ്ങനെ ആരും അറിയാതെ കടുകിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വഴി അറിയാം അല്ലേ? കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ കടുക് കിളുത്ത് വരും. അങ്ങനെ വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കടുകിട്ടിട്ടാണ് പോയത്. അങ്ങനെ ഇദ്ദേഹം അവിടെ ഈ മൂടി കെട്ടുന്നതിന് മുന്നേ അവിടെ ഒരു കുളം കണ്ടു. ആ കുളം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ജഗന്നാഥപുരിയിൽ പോകുന്നവരൊക്കെ അവിടെ നല്ല കുറച്ച് ദൂരമുണ്ട് നീലമാധവ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പോകുന്നവരൊക്കെ ഈ കുളം കാണാറുണ്ടെന്ന് തോന്നുന്നു. അന്ന് ആ കുളം നോക്കുമ്പോൾ 2 പക്ഷികൾ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ വന്ന് മുങ്ങുകയും ആ 2 പക്ഷികളും മേളിലോട്ട് ഉയർന്നു പൊങ്ങിയത് എന്താണ്? 4 ചതുർഭുജ നാരായണ രൂപത്തിലാണ് ഉയർന്നു പൊങ്ങിയത്. കാര്യം വൈകുണ്ഠവാസികളായിട്ട് മാറി. സാരൂപ്യമുക്തി വിഷ്ണു രൂപം പ്രാപിച്ചിട്ടാണ് മുകളിലോട്ട് പോയത്. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇത് തോന്നി. കാര്യം അങ്ങനെയുള്ള ആ നീലമാധവൻ തന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, പുരിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു എന്നൊക്കെ അദ്ദേഹം വിചാരിച്ച് അദ്ദേഹം നേരെ ഇദ്ദേഹത്തിൻ്റെ ഈ അനുചരൻ പോയി അവിടെ ചെന്ന് കണ്ണൊക്കെ തുറന്ന് നീലമാധവന്റെ ദർശനമൊക്കെ എടുത്തു. പിന്നെ തിരിച്ചു വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഇന്ദ്രദ്യുമ്ന മഹാരാജന് ഭയങ്കര ആഗ്രഹം കൊണ്ട് അത് നീലമാധവനെ നമുക്കിവിടെ പ്രതിഷ്ഠിക്കണം, നീലമാധവന് ദർശനം എടുക്കണം. അങ്ങനെ ഇദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നീലമാധവൻ അപ്രത്യക്ഷമായി. അങ്ങനെ അപ്രത്യക്ഷം ഇദ്ദേഹത്തിന് ആദ്യം ആകെ വിഷമമൊക്കെ ഉണ്ടായി. നാരദമുനി ആ സമയത്ത് അവിടെ എത്തി. നാരദമുനി പറഞ്ഞു, വിഷമിക്കേണ്ട, ജഗന്നാഥനായിട്ട് നീലമാധവൻ ഉടൻ തന്നെ അവതരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു കുളം കണ്ടില്ലായിരുന്നോ? ആ കുളം. അപ്പൊ ആ സമയത്ത് അവിടെ എല്ലാവരും തന്നെ മുക്തി കിട്ടിപ്പോകുന്നു. അതായത് വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ യമദേവൻ ഭഗവാന്റെ അടുക്കൽ ഒരു കംപ്ലൈന്റ് പറയുന്നു. ഭഗവാന്റെ അടുക്കൽ എന്താണ്? എനിക്കപ്പം ഒരു ജോലി ഇല്ലാതായിരിക്കും. കാര്യം എല്ലാവരും ഇവിടെ നിന്ന് മുക്തി പോയി വൈകുണ്ഠത്തിലേക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ടില്ല, എനിക്ക് ജോലി ചെയ്യാനായിട്ട് യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിഷമം അറിയിച്ചപ്പോഴാണ് അവിടുന്ന് നീലമാധവൻ എന്ത് ചെയ്യുന്ന തിരോധാനം ചെയ്യുന്നതും പിന്നെ ജഗന്നാഥനായിട്ട് 3 തടിയായിട്ട് സമുദ്രത്തിലൂടെ ഒഴുകി വരികയും അങ്ങനെ വിശ്വകർമാവ് വന്നിട്ട് ആ തടി വെച്ചിട്ട് ദാരുബ്രഹ്മം ആയിട്ട് അവിടെ അവതരിക്കുകയും ചെയ്തത്. അപ്പൊ ആ സമയത്ത് ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് ബ്രഹ്മദേവന് ചെയ്യേണ്ട ഡ്യൂട്ടി, ഭഗവാന്റെ ഭയങ്കര ഭക്തനാണ് ബ്രഹ്മദേവൻ അല്ലേ? അദ്ദേഹം അതിന്റെ ആ നിയമത്തിനൊരു അല്പം പോലും വ്യതിചലിക്കില്ല അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ അല്ലേ? ഒരാളുടെ സമയമായെങ്കിൽ കൃത്യമായിട്ടും അനുചരന്മാരെ വിട്ടിട്ട് അവരുടെ ജീവൻ എടുത്തിരിക്കും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. അദ്ദേഹത്തിന്റെ ജോലി. സുജന മാതാജി, ഹരേ കൃഷ്ണ മാതാജി ശ്രദ്ധിച്ചിരിക്കും, ക്ലാസ്സിൽ ഞാൻ ചോദ്യം ചോദിക്കും.
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മറന്നുപോയി എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? യമധർമ്മന് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാതായി. ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് എനിക്ക് അധികം സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മ്യൂട്ടായി വെക്കണം. അല്ല, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് സമയം ഉള്ളെങ്കിൽ ആ ക്ലാസ് അപ്പൊ അങ്ങനെ യമദേവൻ ഭഗവാന്റെ ഒരു പരമ ഭക്തനാണ്. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് പ്രവർത്തി. ഒരു അല്പം പോലും വ്യതിചലനം എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഈ നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് പണി കിട്ടിയതും നിങ്ങൾക്കൊക്കെ അറിവുണ്ടായിരിക്കും അല്ലെ? എന്തായിരുന്നു പണി കിട്ടിയത്? വിതുരന്റെ അല്ലേ? വിതുരനായിട്ട് ജനിക്കേണ്ടി വന്നു അല്ലേ? എന്താണ് മണ്ഡൂക ഋഷിയോ മാണ്ഡവി ഋഷിയോ? അങ്ങനെ മണ്ടൂക മണ്ഡൂക ഋഷി. ആ ഋഷിയുടെ 8 വയസ്സിന് മുൻപേ ചെയ്ത ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്താണ് ഉറുമ്പിനെ ഏതാണ്ട് കൊന്നെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഈ ചുട്ടുപഴുത്ത പ്ലേറ്റിന്റെ മുകളിൽ ഇരുത്തി ആ ഒരു ഇതിൽ മണ്ഡൂക ഋഷി അവിടെ വെച്ച് ശപിച്ചു യമദേവൻ, നിനക്ക് നിഷ്ഠയും നിയമം പറഞ്ഞില്ലേ, നീ ഇങ്ങനെ തീരെ ബാലന്മാർ ചെയ്ത കുറ്റത്തിന് പോലും ശാസ്ത്രം പറയുന്നു 8 വയസ്സിന് താഴെ ചെയ്ത കുട്ടികൾ അറിയാതെ ചെയ്ത പാപങ്ങൾക്കൊന്നും അപരാധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് എന്ത് ചെയ്തു? അത് വേറെ ധർമ്മം പറഞ്ഞിട്ട്, ധർമ്മദേവനല്ലേ, ധർമ്മത്തിന്റെ ദേവൻ, ധർമ്മം പറഞ്ഞിട്ട് നീ അത് എന്ത് ചെയ്തു? അതിന് എനിക്ക് ശിക്ഷ തരാനായിട്ട് ഒരുങ്ങി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അടുത്ത ജന്മം നീ ഒരു ദാസീപുത്രനായിട്ട് ജനിക്കട്ടെ. ധർമ്മവും നീതിയും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ദാസീപുത്രൻ എന്നുള്ള അപമാനം കേൾക്കണം. ഒരു ദാസീപുത്രൻ പറയുന്ന നീതിക്ക് എത്ര പേര് വില കൊടുക്കും? അപ്പൊ അങ്ങനെ ഓരോ സമയത്തും അപമാനം സംഭവിച്ചിട്ടുള്ള അവസ്ഥയാണല്ലോ യമദേവൻ ഉണ്ടായത്. അപ്പൊ അങ്ങനത്തെ ഒരു ശാപം കിട്ടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എന്നുള്ളൊരു പോയിന്റ്. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. അതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരുപാട് പ്രാവശ്യം ഭഗവാൻ ദൂതിന് പോയതല്ലേ? 1 ഇഞ്ച് സ്ഥലം കൊടുക്കാവോ, ഒരു സൂചി വെക്കാനുള്ള സ്ഥലം കൊടുക്കാവോ എന്ന് വരെ ഭഗവാൻ എന്താണ് മറ്റുള്ള അവതാരങ്ങളിലൊന്നും ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ ഭഗവാൻ ചെയ്തത് അല്ലെ? ദൂത് പോയി. ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ദൂത് പോയി. സ്വയമേവ അപമാനമൊക്കെ സ്വീകരിച്ച് എന്നിട്ട് ഇവിടെ ഭഗവാൻ ചെയ്തൊരു കാര്യം എന്താണ്? ഭഗവാൻ തേരാളിയായി മാറി അല്ലെ? ഒരു തേരാളിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു താഴ്ന്ന കാറ്റഗറിയിലുള്ള ജോലിയാണ് അന്നത്തൊക്കെ, സൂതൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ജോലി വരെ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്തു ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ അല്ലേ? അപ്പൊ ഇവിടെ ഇതും കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ജനങ്ങളെ ഹിംസ ആവശ്യമുണ്ടെടുത്ത് ചെയ്യേണ്ടി വരും അല്ലേ? നീതിബോധം വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, നടന്നില്ല എങ്കിൽ യുദ്ധം ആവശ്യമെങ്കിൽ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യണം എന്നുള്ള കാര്യമാണ് കാണിച്ചത്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? സ്പോട്ടില് എന്താണ് ഈ ഉപദേശങ്ങളുടെ ചർച്ചകളുടെ നടക്കുകയെന്ന് കാണുന്ന കാര്യത്തിൽ അദ്ദേഹം അപ്പോഴേ സ്പോട്ടിൽ അറ്റാക്ക് ചെയ്യും. ഈ ഒരു കാര്യം കണ്ടിരുന്നു. അപ്പൊ ഇതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്യേണ്ടത്. ഇതിന്റെ പ്രാക്ടിക്കൽ ഇപ്പൊ നമുക്ക് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങളിൽ നിന്ന് താല്പര്യം ഉണ്ടായില്ലെന്ന് വരെ, എങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ആ ഭക്തൻ കർമ്മനിരതനായിരിക്കും. അണ്ടർലൈൻ ഇടുന്ന പോയിന്റാണ് ഈ ശ്ലോകത്തിൽ. അതായത് ഒരു കൃഷ്ണാവബോധസ്ഥനായ ഒരാൾക്ക് ലൗകിക കാര്യങ്ങളൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അത് ആചരിച്ച് കാണിച്ചു കൊടുക്കും. അതാണ് ഈ 12 മഹാജനങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ? ആചരിച്ച് അവരുടെ ധർമ്മം അല്ലെങ്കിൽ
അവരുടെ ഡ്യൂട്ടി അവർ ശരിയായിട്ട് നിർവഹിച്ച് നമ്മളെ കാണിച്ചു തരും. അപ്പം അതുകൊണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് അത് ഗ്രഹിക്കണം. നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, നമ്മളുടെ പ്രവൃത്തികളെല്ലാം ചെയ്തേ മതിയാവുള്ളൂ. നമ്മൾ ഏത് സമയത്തും കർമ്മം ചെയ്യാതെ ഇരുന്നിട്ടും യാതൊരു കാര്യവുമില്ല, അല്ലേ? നമ്മളുടെ കർമ്മം ചെയ്യാതെ വെറുതെ ഇരുന്നാൽ നമ്മുടെ മനസ്സ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കർമ്മത്തിൽ നിന്ന് വിമുക്തരാകും എന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് ഭയങ്കര തെറ്റാണ്. വെറുതെ ഇരുന്നാൽ മനസ്സ് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള എന്തെങ്കിലും പോയിന്റോ നിങ്ങൾ ഡിസ്കഷൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ശ്ലോകം വായിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് പറയാം. അടുത്ത ശ്ലോകം വായിച്ചോളൂ. 21ാമത്തെ ശ്ലോകം ആരാണ് വായിക്കുന്നത്? ഇനി വായിക്കേണ്ടത് സുജന മാതാജി. സുജന മാതാജി, ഹരേ കൃഷ്ണ. രാധിക മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 21. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് എന്താ പറയുന്നത്, ലൈല മാതാജി. യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവാപരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. യദ്യാചരതി ശ്രേഷ്ഠസ്തദ്ദേവേതരോ ജന സ യത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി, അതിന്റെ പദാനുപദ തർജ്ജമ എന്ന് പറയാമോ? മാതാജി അതിന്റെ ഇടയ്ക്ക് എവിടെയോ പോയില്ല. സുജന മാതാജി തന്നെ പറഞ്ഞോളൂ. ശ്രേഷ്ഠ ശ്രേഷ്ഠനായ നേതാവ് ഏതൊന്നിനെ, ഏതോ കർമ്മത്തെ ആചരിക്കുന്നു. ഇതരമായ ജനവും തത് ഏവ ആചരതി, അതിനെ തന്നെ ആചരിക്കുന്നു. സ അദ്ദേഹം യാതൊന്നിനെ പ്രമാണം ഉദാഹരണമാക്കി കുരുതേ ചെയ്യുന്നുവോ തത് അതിനെ ലോകം അനുവർത്തതെ പിന്തുടരുന്നു. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. ഭാവാർത്ഥം വായിക്കട്ടെ. ഭാവാർത്ഥം. പ്രായോഗികമായി നല്ല പ്രവൃത്തികളാൽ സമൂഹത്തെ ഉദ്ബുദ്ധമാക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യം. പുകവലിക്കുന്ന നേതാവിന് മറ്റുള്ളവരെ ഉപദേശിച്ച് പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. ഉപദേശിക്കാൻ തുനിയുന്നതിനു മുമ്പേ ഗുരു വേണ്ടും വിധമുള്ള പെരുമാറ്റം ശീലിച്ചിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ആചാര്യനെന്ന് ഉത്തമ ഗുരുവെന്ന് പറയാം. സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ഗുരു ശാസ്ത്രവിധിക്കനുസരിച്ച് ജീവിക്കണം. അംഗീകൃതങ്ങളായ വേദോക്ത പ്രമാണങ്ങൾക്കെതിരായി അയാൾ സ്വയം നിയമങ്ങൾ നിർമ്മിക്കാൻ പാടുള്ളതല്ല. മനുസംഹിത മുതലായ സ്മൃതി ഗ്രന്ഥങ്ങളാണ് മനുഷ്യവർഗത്തിന്റെ പ്രാമാണിക രേഖകളായി ഗണിക്കപ്പെടുന്നത്. നേതാക്കളുടെ ഉപദേശങ്ങൾ ധർമ്മ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. സ്വയം മേന്മ കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉത്കൃഷ്ടമായ ആചാര്യന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്ന നിയമങ്ങൾ അനുസരിക്കണം. വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നതുകൊണ്ടേ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ മുന്നേറുവാൻ കഴിയൂ എന്ന് ശ്രീമദ് ഭാഗവതവും ഊന്നിപ്പറയുന്നുണ്ട്. രാജാവ് അഥവാ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, പിതാവ്, അധ്യാപകൻ എന്നിവരെ അറിവ് കുറഞ്ഞ സാധാരണ ജനങ്ങളുടെ
നേതാക്കളായിട്ടാണ് സ്വാഭാവികമായി കരുതി വരുന്നത്. അത്തരം സ്വാഭാവിക നേതാക്കൾക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് വലിയ ഉത്തരവാദിത്തമുണ്ട്. അവർ ധാർമ്മികവും ആധ്യാത്മികവുമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചവരാകണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ കണ്ടത് ഒരു റോൾ മോഡല് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റാണ് അല്ലെ. നമ്മൾ ഭൗതികതയിലും നമ്മളുടെ ആധ്യാത്മികതയിലും ഒക്കെ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഒരാളെ റോൾ മോഡലാക്കാം. നമ്മൾ റോൾ മോഡലാക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സിനിമാ നടനെ ആകാം, ഒരു രാഷ്ട്രീയക്കാരനെ ആകാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ കലിയുഗത്തിൽ നമ്മളുടെ റോൾ മോഡലാക്കുന്നത് അല്ലേ. ഒരു സിനിമാ നടി എന്തെങ്കിലും ഒരു ഫാഷനുള്ള ഒരു ഡ്രസ്സ് ഇടുവോ, അല്ലെങ്കിൽ കുറെ കഴുത്തിങ്ങനെ വെട്ടിയിടുവോ, അല്ലെങ്കിൽ കൈ ഇങ്ങനെ കയറ്റി വെച്ച് കിട്ടുക, പിറ്റേ ദിവസം തൊട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് അനുകരിക്കാൻ നോക്കും മാതാജിമാരൊക്കെ അല്ലേ. അല്ലെങ്കിൽ അത് ഈ ഒരു കാതിൽ ഇത്രയും വലിയൊരു വള ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ സ്പ്രിങ് ഉള്ള ഒരു സാധനം തൂക്കി ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു കപ്പൽ പോലെ ഒരു സാധനം ഇങ്ങനെ തൂക്കി ചെവി പൊട്ടിപ്പോകുന്ന മാതിരി ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എന്താണ് മാതാജിമാരൊക്കെ എന്താണ് നിങ്ങളെ മാതാജിമാരല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സ്ത്രീകള് ബാക്കിയുള്ളവരൊക്കെ അവരെ അനുകരിക്കാൻ ശ്രമിക്കും അല്ലേ. അല്ലെങ്കിൽ വസ്ത്രം ഏറ്റവും കൂടുതൽ കുറച്ച് ധരിക്കാനായിട്ട് ആണ് ചില റോൾ മോഡൽ ചെയ്യുന്നത്. അത് പിന്നീട് ഉള്ളവർ അനുകരിക്കാൻ ശ്രമിക്കും. ഏറ്റവും കുറഞ്ഞ് വസ്ത്രം ധരിച്ച് അവരെ അനുകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ശരിക്കും എന്താണ് ഒരു റോൾ മോഡല്? നമ്മൾ ഭൗതികതയിലെ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ആ ഭൗതികതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു അധ്യാപകൻ അല്ലേ. അധ്യാപകര് നമ്മൾ പണ്ടൊക്കെ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ അവരെത്ര റെസ്പെക്ട്ഫുൾ ആയിരുന്നു. അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവരെ നമ്മൾ ബഹുമാനിപ്പിക്കത്തക്ക രീതിയിലാക്കി മാറ്റും അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അല്ലേ. ആ ഒരു അധ്യാപകനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുള്ള നമ്മൾ കാണുമ്പോൾ നമുക്ക് എത്ര റെസ്പെക്റ്റ് ആണല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എത്ര മഹത്തരമായിട്ടാണ് കണ്ടത്. ഇപ്പോഴും നമ്മൾ കാണുമ്പോഴത്തേനും അവരെ വന്ദിക്കാനും ഒക്കെ ശ്രമിക്കും അല്ലേ. നമ്മൾ ഒരു പോലീസുകാരൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ എത്ര പേര് ബഹുമാനിക്കും. പക്ഷെ ഒരു അധ്യാപകൻ റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഈ സ്കൂൾ ടീച്ചർമാരായിട്ടുള്ളവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. കാര്യം കുട്ടികളൊക്കെ എത്ര പ്രായം ചെന്ന് ഏതൊക്കെ ദേശങ്ങളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും അവരവരുടെ ടീച്ചറിനെ കാണും എന്ത് റെസ്പെക്റ്റ് ആയും. പക്ഷെ ഒരു പോലീസുകാരൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ പട്ടിയുടെ വില പോലും കാണില്ല. പക്ഷെ ഒരു അധ്യാപകർക്ക് ആ ഒരു വിലയുണ്ട്. അപ്പം അധ്യാപകരെ റോൾ മോഡലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾ സാമാന്യ ജനങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം ചില രാജാക്കന്മാർ അവരുടെ ഭരണം മറ്റുള്ള പ്രജകൾക്കും അതുപോലെ പിന്നീട് വരുന്ന തലമുറകൾക്കും പിന്നീട് വരുന്ന പരമ്പരകൾക്ക് വരെ അംബരീഷ് മഹാരാജാവിനെ പോലെയുള്ള രാജാവിൻ്റെ ഭരണം റോൾ മോഡലായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആചാര്യൻ എന്തായിരിക്കണം? പറയുന്നതേ പ്രവർത്തിക്കാവുള്ളൂ, പ്രവർത്തിക്കുന്നതേ പറയാവുള്ളൂ. ഇവിടെ ഇരുന്ന് ഡയലോഗ് വിടുന്ന എനിക്ക് യാതൊരു യോഗ്യതയില്ല. ഞാൻ എന്താ പറയുന്നത്, നമ്മൾ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ ഇത് നരകത്തിന് 3 കവാടം. ഞാനിപ്പോൾ 16ാമത്തെ അധ്യായമാണ് ഇവിടുത്തെ ദോഹയിലുള്ള ഇവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സത്സംഗത്തിൽ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണത്. അപ്പം അതിൻ്റെ അത് ദേവാസുര ഭാവങ്ങൾ ഇന്ന് ശ്ലോകം എടുത്ത് കഴിഞ്ഞു. ആ ഒരു അധ്യായം തീർന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ആസുരിക സ്വഭാവം നമ്മൾ ഇപ്പോൾ ഷെൽട്ടർ എടുത്തെന്ന് പറഞ്ഞാൽ പോലും മാറ്റാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഷെൽട്ടർ എടുത്ത് ഇവിടെ 2 പേരെൻ്റെ മുൻപിലുണ്ട്. അപ്പോൾ അവർക്കും അറിയാമോ അല്ലേ എത്രയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മാത്രം നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റാത്തൊരു കാര്യം. കാരണം ഇതെല്ലാം അന്തർലീനമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുക. അന്തർലീനമായിട്ട് ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ നിറഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതിങ്ങനെ പതിയെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് പുറത്തു വരും. നമുക്കത് മാറ്റാനായിട്ട് പറ്റുന്നേ ഇല്ല. കാര്യം ദേഷ്യപ്പെടണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, ചില സമയത്തേക്ക് നമ്മൾ സത്യം മാത്രമേ പറയണമെന്ന് വിചാരിച്ചും ചിലപ്പോൾ സത്യം ചില
കള്ളങ്ങൾ പറയേണ്ടി വരും. ചില സമയത്ത് പരദൂഷണം പറയുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൽ ചെന്ന് ഞാൻ ചില ദിവസങ്ങളിൽ കുറ്റം മാത്രമായിട്ട് ഒരു ദിവസം മുഴുവൻ അങ്ങ് പോകും. കാര്യം ആരെങ്കിലുമൊക്കെ സംസാരിക്കാണ്ട് വരും. അടുത്ത് വരുമ്പോൾ ഒന്നുകിൽ മാനേജറെ പറ്റി, അല്ലെ സിഇഒയെ പറ്റി, അല്ലെ വേറെ എഞ്ചിനീയേഴ്സിനെ പറ്റി, വേറെ അങ്ങനെ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നുമില്ല. അവർ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കുക, അവർക്ക് നല്ല ശമ്പളമുണ്ട്, ഇവർക്ക് നല്ല ശമ്പളമുണ്ട്, നിനക്ക് ശമ്പളം കൂട്ടി കിട്ടിയോ, ഇത് കിട്ടിയോ, അങ്ങനെയാണ് നീ എന്തിനാ ജോലി ചെയ്യേണ്ടത്, കിട്ടുന്ന ശമ്പളത്തിന് ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മളും അതിന് കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നമ്മളിതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പരദൂഷണം പറയുന്നതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. നമ്മളുടെ സാധനയിലും നമ്മുടെ പ്രോഗ്രസ്സിനേലും ബാധിക്കും എന്നൊക്കെ ഗുരുപ്രഭുവൊക്കെ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ടത് പറ്റുന്നില്ല, അല്ലേ? അതുപോലെ മറ്റുള്ളവർക്കൊക്കെ കൂട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ പ്രവൃത്തി ചെയ്യാതെ ഇരിക്കാനായിട്ടൊക്കെ നമുക്കൊരു ടെൻഡൻസി വന്നെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ ബൈ ഡിഫോൾട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കാരണം അത് ഞാൻ നിർത്തിയില്ലെങ്കിലും മനസ്സിൽ തോന്നി ഞാനങ്ങനെയാണ് എന്തിനാ ജോലി ചെയ്യേണ്ടത്, അവർക്കെല്ലാം ശമ്പളം കിട്ടി, അവരെല്ലാം വെറുതെ ഇരിക്കുകയാണ്, എനിക്കെന്തുകൊണ്ട് ഞാൻ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇൻക്രിമെൻ്റ് കിട്ടാത്തത് എന്ന് ഞാൻ വിചാരിച്ചു. ബാക്കി എൻ്റെ അടുത്തിരുന്ന് 24 hours ഇരുന്ന് ഉറങ്ങുന്ന അവർക്കൊക്കെ ഇൻക്രിമെൻ്റ് കിട്ടി. അറബികളായതുകൊണ്ട് അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഒരു സമയം പോലും റെസ്റ്റ് ഇല്ലാതെ ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല. അപ്പം അത് അങ്ങനെ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നു, അല്ല അങ്ങനെ പോലും ഞാൻ വിചാരിച്ചു. ഈ അമിതമായ നമ്മളുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ നമുക്ക് നമുക്ക് ഒരിക്കലും അത് വിട്ടു മാറില്ല എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ നമ്മളുടെ സാധനയും നമ്മളുടെ പ്രോഗ്രസ്സിനെയൊക്കെ ഇങ്ങനെയുള്ള ഈ കാമക്രോധ ലോപമോഹ മതമത്സരാദികൾ നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമുക്കത് എങ്ങനെ മാറ്റാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ ഈ കർമ്മയോഗത്തിൽ കൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾക്ക് ഈ പറയുന്ന വാസനകളെ എങ്ങനെ നമുക്കത് ഒരിക്കലും അത് നമ്മളുടെ അടുക്കൽ നിന്ന് വിട്ടുമാറാത്ത സഹചാരികളായിട്ട് വരും. നിദ്ര ഒഴിവാക്കാനായിട്ട് വലിയ പാട്. നമ്മൾ ഭാഗവതം എടുത്ത അപ്പം നിദ്ര വരിക. അപ്പം ഞാൻ എടുക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഉറങ്ങാതിരിക്കുന്നത്, അല്ലെ ഞാൻ ഇപ്പം ഇരുന്ന് ഉറങ്ങിയേനെ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ആരെങ്കിലും യൂട്യൂബിൽ ഭാഗവതത്തിൻ്റെ റെക്കോർഡ് ജയഗോപാൽ പ്രഭു ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങും. ഞാൻ ഭയങ്കര കഷ്ടപ്പെടുമായിരുന്നു. ഞാൻ ഇവിടുന്ന് എണീറ്റ് 3-4 പ്രാവശ്യം പോയി വന്നിരുന്ന് നോക്കി, വെള്ളം കുടിച്ച് നോക്കി, മാറുമെന്ന് വിചാരിച്ചിട്ട് കൈയും കാലും ഒക്കെ കുടഞ്ഞ് ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് നോക്കി. പക്ഷെ നിദ്രാദേവി ഗുരുപ്രഭു പറഞ്ഞ പോലെ കുംഭകർണൻ്റെ അടുക്കൽ നിന്ന് പോന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് പ്രേമിച്ച് ആലിംഗനം ചെയ്തിട്ട് ഇങ്ങനെ വരുവാണ് നിദ്രാദേവി. അങ്ങനെ കെട്ടിപ്പിടിക്കാവുന്ന എത്രയൊക്കെ ശ്രമിച്ചിട്ടും പിടിച്ചിരിക്കാൻ മസിലൊക്കെ പിടിച്ചത് ഇങ്ങനെ പിടിച്ചു നോക്കി, എവിടെ ആര് കേൾക്കുന്നുണ്ട്? നിദ്രാദേവി ഗാഠമായിട്ട് ആലിംഗനം ചെയ്ത് പിടിച്ചിരിക്കുക, ഒരു രക്ഷയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കർമ്മയോഗത്തിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കർമ്മകാണ്ഡങ്ങളിൽ കൂടെയാണല്ലോ 6ാമത്തെ അധ്യായം വരെ പോകുന്നത്. ഇപ്പം കർമ്മയോഗം ശരിയായിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മളിപ്പോൾ അനുകരിക്കാൻ പറ്റുന്ന ശ്രീല പ്രഭുപാദരെ നമുക്ക് അനുകരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്ത കാര്യങ്ങളും മാനവരാശിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ അദ്ദേഹം ജീവദയാണ് ചെയ്തത്, അല്ലേ? ആത്മഹത്യപരമായിട്ടുള്ള ഈ ലോകത്തെ താഴ്ന്നു പൊയ്ക്കൊണ്ടിരുന്ന അധപ്പതിച്ചുകൊണ്ടിരുന്ന കലിയുഗത്തിലെ ജനങ്ങളെല്ലാം ഉദ്ധരിച്ചു. ആർക്കും അറിയാൻ വയ്യിരുന്ന പരമരഹസ്യമായ ഗൂഹ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തി, അല്ലേ? അദ്ദേഹം ലോകം മുഴുവനും ജഗന്നാഥനെ എത്തിച്ചു. ജഗന്നാഥൻ ഇന്ത്യയിൽ മാത്രം ഒരുങ്ങിയിരിക്കുന്ന രഥയാത്രയിൽ അത് ലോകം മുഴുവനും ജഗന്നാഥനും എത്തി, രഥയാത്ര എത്തി. അതുപോലെ ഭഗവാന്റെ നാമം ലോകം മുഴുവനും ജപിക്കാൻ തുടങ്ങി. ഭഗവത്ഗീത കടൽ കടന്നു, ഭാഗവതം കടൽ കടന്നു. അതുപോലെ തന്നെ കൃഷ്ണബലരാമന്മാര് അവിടെയായി. അതുപോലെ തന്നെ ജഗന്നാഥനെല്ലാം, അതുപോലെ തന്നെ മറ്റ് രാധാറാണിയും എല്ലാം മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ ഡയറ്റിയായി, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇതൊക്കെ ചെയ്തു തന്ന ആളാണ് ശ്രീല പ്രഭുപാദർ. അപ്പോൾ ആ ശ്രീല പ്രഭുപാദർ തീർച്ചയായിട്ടും നമുക്ക് അനുകരിക്കാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആര് അനുകരിക്കണം, റോൾ മോഡൽ ആക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ശരിക്കും ഞാനൊരു അനുകരിക്കാൻ പറ്റിയ വ്യക്തിയല്ല,
ഇത് പറയാനായിട്ട് പറ്റിയൊരു ആളുമല്ല. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഞാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, അത് ശ്രീല പ്രഭുപാദർ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ കാര്യമായിട്ട് വിചാരിച്ച് നിങ്ങൾ അവരുടെ ആ പൊട്ടൻസി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതെടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പൊട്ടൻസി വെച്ചിട്ട് ഞാൻ ഫോളോ ചെയ്യാത്ത ഒരാളായതുകൊണ്ട് നമ്മളിവിടെ പുക വലിക്കുന്ന ഒരാൾ മറ്റൊരാളോട് പുക വലിക്കരുതെന്ന് പറയാനായിട്ട് സാധ്യമാവുമോ? അവർ 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 കേൾക്കുമോ? അവർ പറഞ്ഞ ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപടി പറയുന്നു. നമ്മൾ എന്താണ് ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. അത് ആ കത്ത് ഞാൻ പൊട്ടിച്ചു പോലും നോക്കാതെ അവർ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതുപോലെയുള്ള വ്യക്തികളെ നമ്മൾ ആചരിക്കണം. അവർ ചെയ്യുന്ന ജീവിതത്തിൽ നമ്മൾക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക, ചോദ്യം ചെയ്യാതെ ഫോളോ ചെയ്യുക. നമ്മളുടെ ഒരു ആദ്യമുള്ള ഒരു കൃഷ്ണാബോധത്തിലേക്ക് വരുമ്പോഴേയുള്ള നമ്മളുടെയൊക്കെ പ്രശ്നം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെയ്ത് 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 നമ്മൾ ആ സംശയങ്ങളൊക്കെ മാറുക എന്നുള്ളതൊരു കാര്യവും ഉണ്ട്, അതിൻ്റെ ഒരു വശം. പക്ഷെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യാതെ തന്നെ അതേപടി ഫോളോ ചെയ്യാൻ പറ്റുന്ന ആചാര്യന്മാർ ആണ് നമ്മൾ അതേപടി ഫോളോ ചെയ്യുക. ആ കർമ്മ മാർഗത്തിൽ കൂടെ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി മാർഗത്തിൽ കൂടെ നമ്മൾ ഭഗവാനെ സേവ ചെയ്ത് നമ്മൾ ഭക്തിയുത സേവനം ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് കർമ്മയോഗത്തിൽ നിന്ന് ഭക്തിയോഗത്തിലേക്ക് എത്തിച്ചേരും. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ ഗുരുപ്രഭു ഭാഗവതത്തിൻ്റെ ക്ലാസ്സിൽ ഗുരുപ്രഭുവിൻ്റെ ക്ലാസ് കേട്ടവർക്ക് യൂട്യൂബിൽ കേട്ടവർക്ക് മനസ്സിലാകും. ഞാനിപ്പം ശ്രദ്ധിക്കുന്നു പലരും നിങ്ങളാരും ഭാഗവതത്തിലൊന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാവരും ഉറങ്ങിപ്പോകുമെന്നാണ്. രതി മാതാജിയും ഗീതാ മാതാജിയും ഒന്നും കണ്ടിട്ടൊക്കെ വർഷങ്ങളായ പോലെ തോന്നുന്നു. അതിപ്പോൾ ഉറങ്ങി പോകുന്നതുകൊണ്ടാണോ അതോ സമയത്ത് കൊച്ചു പിള്ളേരില്ലേ, അപ്പൊ അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് അവര് ഹോംവർക്ക് ചെയ്യിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പറ്റാത്തത്. ഉറങ്ങുമ്പോൾ 12 മണിയൊക്കെ ആകും. പക്ഷേ എനിക്ക് അതുകൊണ്ടല്ല, ഞാൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് ബുധനാഴ്ച അന്ന് സത്സംഗം ഉള്ള ദിവസമാണ്. ആഴ്ചയിലെല്ലാ ബുധനാഴ്ച 8 മണി കഴിഞ്ഞാണ്. അപ്പോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 10 മണി കഴിയും. ഓക്കെ. അപ്പൊ അങ്ങനെ എന്താണ് നമ്മളിപ്പോ എന്താ പറഞ്ഞു വന്നത്? ഭാഗവതത്തിലെ ഗുരുപ്രഭു പറഞ്ഞ ക്ലാസ് കേട്ട ഗുരുവിനെ പറ്റിയിട്ടുള്ള അപ്പൊ നമ്മള് പ്രവൃത്തി മാർഗത്തിലൂടെ നമ്മള് ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ കർമ്മമാർഗത്തിലൂടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് അതൊരു വലിയ നേട്ടമാണെന്നുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. നിങ്ങളൊക്കെ പല ഗ്രൂപ്പുകളിലൊക്കെ ചാൻഡ് ചെയ്തപ്പോൾ രോഹിണി മാതാജിയുടെ ക്ലാസ്സിലൊക്കെ ഉള്ളവർക്ക് അറിയാം, നിങ്ങളൊക്കെ ചാൻഡ് ചെയ്തു രാധാകൃഷ്ണൻ പ്രഭു മരിച്ചത്. നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും അല്ലേ? ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ എന്തുകൊണ്ട് വിട്ടുപോയി. രാധാകൃഷ്ണൻ പ്രഭു മരിച്ചുപോയി. അദ്ദേഹം ഇവിടെ 10-30 വർഷത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, വളരെ ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ. ഇവിടെ കസ്റ്റംസിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് നേരത്തെ തന്നെ റിട്ടയറായി. 45-50 വയസ്സിൽ തന്നെ റിട്ടയറായി. അതിനുശേഷം അദ്ദേഹം വേറെ ജോലിയൊന്നും ഇല്ല. മാതാജിക്ക് ജോലി ഉണ്ടായിരുന്നു QP-യിൽ, ഖത്തർ പെട്രോളിയത്തിൽ. അങ്ങനെ മാതാജിയുടെ ജോലി പെട്ടെന്ന് കോവിഡ് വന്ന സമയത്ത് പോയി. മാതാജിക്ക് കോവിഡ് വന്നു. അങ്ങനെ ഭയങ്കര ഭയങ്കര സീരിയസ് ആയി പോയി. പിന്നെ മാതാജിയുടെ ജീവനൊക്കെ എന്താ പറയുന്നത്, അങ്ങ് ഗോലോകത്തിലോ വൈകുണ്ഠത്തിലോ യമലോകത്തിലേക്കോ എങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ആ ജീവൻ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് മാതാജി ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗുരുപ്രഭു സുജന മാതാജി ശ്രദ്ധിച്ചിരിക്കുമോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും മാതാജി. അപ്പം അങ്ങനെ ഗുരുപ്രഭു തിരിച്ച് ഇങ്ങനെ വിളിക്കുന്നതായിട്ട് തോന്നി. മാതാജി തിരിച്ച് വരികയായിരുന്നു. അത് ഇവിടുത്തെ ഡിവോട്ടീസ് എല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. മാതാജിയുടെ പ്രിയ മാതാജി എന്നാണ് പേര്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിതമൊക്കെ തിരിച്ചു കിട്ടി. പക്ഷെ അവരെന്ത് ചെയ്തു, പല വള്ളത്തിൽ ഒരുപാട്, പ്രഭുവിൻ്റെ കാര്യമല്ല മുന്നും, പല വള്ളത്തിൽ ഒരുപാട് കാല് ചവിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മാതാജിക്ക്. മാതാജി കേരളീയം എന്ന് പറഞ്ഞൊരു സംഘടനയിൽ പ്രവർത്തിച്ചു, BJP-യിൽ പോയി, പിന്നെ എന്താ പറയുക മലയാളി സമാജം, പിന്നെ അങ്ങനെ
നമ്മളുടെ തന്നെ സത്സംഗമാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഓരോ ഗ്രൂപ്പാണ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും മാതാജി പോകും. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഉറച്ചു വയ്ക്കത്തില്ലായിരുന്നു. മക്കൾ രണ്ടുപേരും, ഐശ്വര്യ ആണെങ്കിലും കുട്ടി നന്നായിട്ട് കീർത്തനം പാടും, നല്ല ഡാൻസ് കളിക്കും. പിന്നെ ഒരു റേഡിയോ ഇവിടുത്തെ FM-ൻ്റെ ഒക്കെ ആങ്കറായിട്ട് കുറച്ചാളൊക്കെ ജോലി ചെയ്തായിരുന്നു. പിന്നെ മകൻ ഭയങ്കര ഡിവോട്ടിയായി കാനഡയിൽ പഠിക്കാനൊക്കെ പോയി അവിടുന്ന് ശ്രീലപ്രഭാതരുടെ ഡയറക്റ്റ് ശിഷ്യൻ്റെ കൂടെയൊക്കെയാണ് താമസിച്ച ഒരു റൂമിൽ. അവിടുത്തെ ടെമ്പിൾ സേവയൊക്കെ ചെയ്ത് അവിടുന്ന് ഞങ്ങളെയൊക്കെ വീഡിയോ കോളൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ മാതാജിയുടെയൊക്കെ ജോലി പോയി, അവരുടെ പൈസ നാട്ടിലെ ആരോ പറ്റിച്ചുകൊണ്ട് പോയി. അങ്ങനെയൊക്കെ മോൻ്റെ പഠിത്തം ഡിസ്റ്റർബായി. ആദിത്യൻ തിരിച്ചു വന്നു. അങ്ങനെ ഇവരിവിടുന്ന് ഈ പ്രഭു ഏകദേശം ഒരു എന്താ പറയുന്നത്, ഈ വെറും ലേബർമാർ ചെയ്യുന്ന പണിയൊക്കെ ചെയ്ത് ആണ് കുടുംബം പുലർത്തി. പിന്നെ അവസാനം അവർ ഇവിടുന്ന് പോയി നാട്ടിൽ പോയി സെറ്റിലാകുകയായിരുന്നു ചെയ്തത്. അവിടെ പോയിട്ടും അവിടെ നീലമാധവ സത്സംഗത്തിൽ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തു. അങ്ങനെ ആ രീതി പോകുന്നു. പക്ഷെ പ്രഭു, ഞാനൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചത്, പ്രഭുവിൻ്റെ ഒരു ഭയങ്കര ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സത്സംഗത്തിന് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രഭു ആദ്യം പോകുന്നത് ടോയ്ലറ്റിൽ ക്ലീൻ ചെയ്യും, അതുപോലെ തന്നെ റൂം ക്ലീൻ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പച്ചക്കറി മുഴുവൻ കട്ട് ചെയ്യും. ഇതെല്ലാം ഒരാളും പറയണ്ട, പാത്രം എടുക്കും, എല്ലാവർക്കും സെർവ് ചെയ്യും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കഴിക്കുള്ളൂ, എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് അത് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അത് പാക്ക് ചെയ്ത് മിച്ചം വരുന്ന എല്ലാം ആൾക്കാർക്കെല്ലാം കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് പ്രഭു ഏറ്റവും ലാസ്റ്റ്, ആദ്യം വരുന്നത് ഏറ്റവും ലാസ്റ്റ് പോകുന്നതും പ്രഭു ആയിരിക്കും. ആ ഒരു ക്വാളിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പ്രഭു. പക്ഷെ മേ ബി 16 റൗണ്ട് ജപിക്കുന്നില്ലായിരിക്കും, ഭഗവത്ഗീത മുഴുവൻ പഠിച്ചിട്ടില്ലായിരിക്കും, പിന്നെ ഭാഗവതം അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ക്ലാസ് കേൾക്കുന്ന സമയത്തൊക്കെ പുള്ളി സേവയിലായിരിക്കും. ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ അത് കാരണം കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രഭു ആയിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞ് എങ്ങനെയോ റൂഫിൽ എന്താ പറയുന്നത്, ഇത് ക്ലീൻ ചെയ്യാൻ എന്താ മേളിൽ കയറിയപ്പോൾ അവിടുന്ന് തല ഇറങ്ങി പോയതാകണം, ആർക്കും അറിയത്തില്ല. തലയിടിച്ച് താഴെ വീണ് കിടക്കുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് കണ്ടാണ് മസ്തിഷ്ക മരണം സംഭവിച്ചു. പിന്നെ ഗുരുപ്രഭുവിനെ 2:45 ആയപ്പോൾ വിളിച്ചു. നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ തൊട്ട് പ്രഭു അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് വൈഷ്ണവരുടെ കൃപ, സത്സംഗമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ ഒരു കൃപ എന്ന് പറഞ്ഞ് അതാണ്. അപ്പം അങ്ങനെ ആ ഒരു അവസാന നിമിഷത്ത് ആള് പോകുമെന്ന് ഉറപ്പാക്കി. ഉറപ്പായി കഴിയുമ്പോൾ ഡോക്ടർമാരെല്ലാം ICUവിൽ അനുവദിച്ചു. നീലമാധവ സത്സംഗത്തിലെ ആൾക്കാരൊക്കെ വന്നു. എല്ലാ ഡിവോട്ടീസും കൃഷ്ണബലറാം ടെമ്പിളിൽ നിന്നൊക്കെ എത്തി. എല്ലാവരും അവിടെ ഇരുന്ന് നാമം ജപിച്ചു, ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിച്ചു. അങ്ങനെ ഈ ഹരിനാമം കേട്ടുകൊണ്ടാണ്. അതുപോലെ അദ്ദേഹത്തിന് എന്ത് ചെയ്ത്, ഗംഗാജലം കൊണ്ട് അദ്ദേഹത്തിന് അവസാനമായിട്ട് അദ്ദേഹത്തിന് വായിൽ കൊടുത്തു. അതുപോലെ തിലകമെല്ലാം ധരിപ്പിച്ചു. അങ്ങനെ കണ്ണിമാലയെല്ലാം ഇടിപ്പിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയ സമയത്ത് പോയത്. അപ്പം അതുകൊണ്ടൊരു എന്നിട്ട് ഇപ്പോഴും എല്ലാ ദിവസവും വീട്ടിലെല്ലാം ഡിവോട്ടീസ് പോയി ഭജനയൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ ഭസ്മം നാട്ടിലത്തെ രീതിയിലുള്ള അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കുറേ ഡിവോട്ടീസ് അതുകൊണ്ട് നേരെ എങ്ങോട്ടേക്ക് പോവാണ്, മായാപുരി ഗംഗയിൽ ഒഴുക്കാണ്ട് പോവാണ്. അപ്പം ആ മാതാജി ഒറ്റപ്പെടുത്തിയ ഒരു പ്രഭു സംസാരിച്ചു പ്രിയ മാതാജിയായിട്ട്. അപ്പോൾ പ്രിയ മാതാജിക്ക് പോലും സംശയം, ഇദ്ദേഹത്തിന് ഇത്ര ഒരു ഭാഗ്യം കിട്ടാനായിട്ട് ഇദ്ദേഹം എന്ത് നല്ല പ്രവൃത്തിയാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളത് മാതാജി പറയുകയാണെന്ന്. ഇത്രയും നല്ലൊരു അന്ത്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. അപ്പോൾ ആ കർമ്മമാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്, അല്ലേ? ആ കർമ്മമാർഗത്തിൽ കൂടെ നമുക്ക് ഭക്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമ്മൾ സ്വല്പം അല്പമെങ്കിലും ചെയ്താലും ഭഗവാൻ നമ്മളെ മറക്കില്ല എന്നുള്ള ഭഗവത്ഗീതയിലെ പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ട് എനിക്കിപ്പം പറയാനുള്ള പ്രഭുവാണ്. പ്രഭു ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറേറ്റ് ഒന്നും PhD ഭഗവത്ഗീതയിൽ ഭാഗവത്തിൽ ഒന്നുമില്ല എങ്കിലും പ്രഭു ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടും ക്വാളിറ്റി ഉണ്ട് പ്രഭുവിന്. ഒരാളെ നിർബന്ധിച്ചോ ആരെ കാണിക്കാനോ ഷോ കാണിക്കാനോ സെൽഫി ഇടാനോ അതിനൊന്നും അല്ല അദ്ദേഹം ചെയ്തതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പ്രഭുവിനെ. അതുപോലെ തന്നെ എത്ര ഹമ്പിൾ, എത്ര സിമ്പിളാണ്. എല്ലാവരും ഒരാളുടെ കുറ്റം പറയില്ല, മറ്റൊരാളോട് പറയത്തില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. എന്നാലും ഭഗവാൻ ആ സമയത്ത് അവരെ അവസാന സമയങ്ങളിൽ കണ്ടു നേരെ ചൊവ്വേ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്താണ് ഈ കർമ്മമാർഗത്തിൽ കൂടെ ഭഗവാനെ സേവ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടി തന്നെ ഭഗവാൻ നമ്മളെ
കൈവിടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശ്ലോകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എങ്ങനെ ആയിരിക്കണം, അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ എങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള വ്യക്തികളെ വേണം നമ്മൾ അനുകരിക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഇതുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അവർ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട് ആണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശ്രേഷ്ഠമായ വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ടേ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ മുന്നേറാൻ കഴിയൂ എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ പിതാവ്, അധ്യാപകൻ എന്നിവരെ അറിവ് കുറഞ്ഞ സാധാരണ ജനങ്ങളെ നേതാക്കളായിട്ടാണ് സ്വാഭാവികമായി കരുതി വരുന്നത്. അത്തരം സ്വാഭാവിക നേതാക്കൾക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ഞാനും എന്തുകൊണ്ടാണ് ഈ സത്സംഗം കൃത്യസമയത്ത് തന്നെ നല്ല ഉറക്കമൊക്കെ വന്നാലും ഇവിടെ ഇരിക്കുന്നതിന് എനിക്കൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. കൃത്യസമയത്ത് വന്ന് എന്താണ് ക്ലാസ് ഇത് ഓണാക്കണം, സൂം ഓൺ ചെയ്യണം. കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് റിന്യൂ ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത്രയും പൈസ 15,000 രൂപ കൊടുക്കണ്ടല്ലോ, പൈസയ്ക്ക് നല്ല ടൈറ്റാ, റിന്യൂ ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ടീംസിൽ മറ്റേ വേറുണ്ടല്ലോ ഗൂഗിൾ മീറ്റിൽ എങ്ങനെ പോകണ പൈസ കൊടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പലരും റെക്കോർഡ് ചെയ്ത് കേൾക്കാനായിട്ടെല്ലാം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലരൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്കും ഞാൻ പലരും മാതാജിമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പ്രഭു പച്ചക്കറി അരിയുമ്പോഴും കുക്കിങ്ങിന് സമയത്തും ഒക്കെ ആണ് ഇത് കേട്ടോണ്ട് എനിക്ക് കയറാനായിട്ട് സാധ്യമല്ല, ക്ലാസ്സിൻ്റെ സമയത്ത് തിരക്കാണ്. പക്ഷെ യൂട്യൂബ് ഞാൻ കേൾക്കാറുണ്ട്, അതുകൊണ്ട് യൂട്യൂബിലുള്ള റെക്കോർഡ് ചെയ്യുന്നത് നിർത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് ആരാണ് ഇത് ഓരോ പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ റിന്യൂ ചെയ്ത് 15,000 ആണ് ഒരു പ്രാവശ്യം സൂമിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആണ് ഒരു വർഷത്തേക്കിന്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാനിത് എന്താ പറയുന്നത്, ഇത് കുറച്ച് ടൈറ്റല്ലേ എന്നൊക്കെ വിചാരിച്ച് വേണ്ടാന്ന് ഈ 2 പ്രാവശ്യം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് ഞാൻ ആ സമയമായപ്പോഴത്തേന് എനിക്ക് പൈസ ഭഗവാൻ റെഡിയാക്കി തരികയൊക്കെ ചെയ്തു. കാര്യം വേറെ രീതിയിലുണ്ട്, സൂമ സബ്സ്ക്രിപ്ഷൻ ചെയ്യാതെ ഒരു 45 മിനിറ്റ് ആകുമ്പോൾ അത് കട്ടായി പോകും, വീണ്ടും റീജോയിൻ ചെയ്യേണ്ടി വരും. ആ റീജോയിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരാളും ചെയ്യത്തില്ല, എല്ലാവരും എക്സിറ്റ് ആയി പോകും. അങ്ങനെയുണ്ട്. എനിക്കറിയാം മഞ്ജുകേശി മാതാജിയൊക്കെ എടുക്കുന്നത് ആ രീതിയിലാണ് ക്ലാസ്. പിന്നെ അങ്ങനെയുള്ളത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ സൂം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പം എനിക്ക് ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ഓരോ പ്രാവശ്യം റിന്യൂ ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ കൃത്യമായിട്ട് സമയത്ത് ഇതുപോലെ ഏത് സാഹചര്യത്തിൽ ഈവൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് ചെയ്തപ്പോഴും ഒക്കെ തന്നെ ഒരു ദിവസം പോലും ക്ലാസ് മുടക്കാനായിട്ട് എനിക്കും താല്പര്യമില്ല. ഒരു വലിയ ഉത്തരവാദിത്വം ഞാൻ എടുത്ത പോലെയാണ്, ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പോലെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ മാതൃകയായിട്ടുള്ള സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ ഉണ്ട്, പൊതുജനങ്ങളോട് സമൂഹത്തോട് ഉണ്ടെന്നാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് 22ാമത്തെ ശ്ലോകം ഞാനാണ് വായിക്കാൻ. പത്മ മാതാജി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന വാർത്ത ഏവ ച കർമ്മണി. കൃഷ്ണ. ഇനി അടുത്തത് സുജന മാതാജി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാഭാപ്തമഭാപ്തവ്യം തദേവ ച കർമ്മണി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവ്യാപ്തമവാപ്തം വർത്ത ഏവ ച കർമ്മണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിവി മാതാജി അതിന്റെ പദാനുപദ തർജ്ജമ. പാർത്ഥ ത്രിഷു ലോകേഷു 3 ലോകങ്ങളിലും എനിക്ക് കർത്തവ്യമായിട്ട് കിഞ്ചന ഒന്നും ന അസ്തി ഭവിക്കുന്നില്ല. അനാവാപ്തം വേണ്ടതും
കർത്തവ്യം പ്രാപിക്കേണ്ടതായിട്ടും ഇല്ല. കർമ്മണി ഏവ നിയത കർത്തവ്യത്തിൽ തന്നെ വർത്തേച്ച ഞാൻ വർത്തിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഉറപ്പാർത്ഥ പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഞാനിത് ഭാവാർത്ഥം മറ്റേ എന്താ പറയുക, ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം. വൈദിക സാഹിത്യം ഭഗവാനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: തമശ്വരാണാം പരമം മഹേശ്വരം പരമം ച ദൈവതം പദീനാം പരമം പരസ്താത് വിദാമദേവം ഭുവനേശമീഡ്യം ന തസ്യ കാര്യം കരണം ച വിദ്യതേന തത് സമശ്ചാദ്യധികശ്ച ദൃശ്യതേ പരാസ്യ ശക്തിർവിവിധൈവ ശ്രൂയതേ സ്വഭാവികി ജ്ഞാന ബലക്രിയാ ച. നിയന്താക്കളെ എല്ലാം ശ്രീ ഭഗവാൻ നിയന്ത്രിക്കുന്നു. നാനാഗ്രഹാധിപതികളിൽ വെച്ച് ശ്രേഷ്ഠനും ആണ് അവിടുന്ന്. എല്ലാവരും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ തന്നെയാണ് ജീവജാലങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. അവയൊന്നും സ്വയം പരമാധികാരിയല്ല. അദ്ദേഹം സർവ്വദേവന്മാർക്കും ആരാധ്യനും ഭരണാധികാരികളിൽ അഗ്രഗണ്യനുമാണ്. ആരും അദ്ദേഹത്തെക്കാൾ വലിയവനല്ല. ഭൗതിക നേതാക്കളെക്കാളും നിയന്താക്കളെക്കാളും എത്രയോ സമുന്നതനും അവർക്കെല്ലാം പൂജനീയനുമാണ്. കാരണങ്ങൾക്കെല്ലാം ആദി കാരണമായ അദ്ദേഹം സാധാരണ ജീവിതത്തിന്റെ മൂർത്തരൂപം പോലെയല്ല ശ്രീ ഭഗവാന്റേത്. അദ്ദേഹത്തിന്റെ ആത്മാവും ശരീരവും വ്യത്യസ്തങ്ങളല്ല, നിരപേക്ഷനാണ് അദ്ദേഹം. അവിടുത്തെ ഇന്ദ്രിയങ്ങളെല്ലാം ദിവ്യങ്ങളാണ്. തന്റെ ഏതിന്ദ്രിയത്തിനും മറ്റേതൊന്നിന്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാനനായോ അദ്ദേഹത്തിനേക്കാൾ ശ്രേഷ്ഠനായോ ആരും തന്നെയില്ല. അവിടുത്തെ വിഭൂതികൾ നാനാവിധങ്ങളാണ്. പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി തുടർന്നു പോരുന്നവയുമാണ്. ചേതാശ്വതരോപനിഷത്ത് 6-7-8. ഭഗവാനിൽ ഏതൊന്നും സമ്പൂർണ്ണ ഐശ്വര്യത്തോടും പൂർണ്ണ സത്യമായും നിലകൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. കർമ്മഫലങ്ങൾ ആവശ്യപ്പെടുന്നവന് മാത്രമാണ് കർത്തവ്യങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. 3 ലോകങ്ങളിൽ നിന്നും നേടേണ്ടതായിട്ട് ഒന്നുമില്ലാത്തവന് എന്തുണ്ട് കർത്തവ്യം? എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷത്രിയരുടെ നേതാവെന്ന നിലയിൽ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയർക്ക് വിധിക്കപ്പെട്ട ചുമതലയാണല്ലോ. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്നിരിക്കലും വേദശാസനങ്ങളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാറില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഈ 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഭഗവാന് പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, അല്ലേ? ഭഗവാൻ അതിൻ്റെ പാർഷദന്മാരോ അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേവന്മാരോ ഒക്കെ ഉണ്ട്. ഭഗവാൻ ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾ ആ കർമ്മങ്ങളൊക്കെ തന്നെ ചെയ്തുകൊള്ളും. ഭഗവാന് ചെയ്യേണ്ടതായിട്ടൊരു കാര്യം, എന്നിട്ടും ഭഗവാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് നമ്മൾ അനുകരിക്കാൻ വേണ്ടിയിട്ടാണെന്നല്ലേ? നമുക്ക് ആരെയാണ് മാതൃക കാണിക്കുന്നത്, അപ്പോൾ ആ മാതൃക നമ്മൾ ചെയ്യേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതൊക്കെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗോവർദ്ധനം ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറ്റുമോ? ഒരു പാമ്പിനെ കൊല്ലാൻ നമുക്ക് പേടിയുള്ള നമ്മളെ കാളിയമർദ്ദനം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. നമ്മൾ വാ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് പുഴുപ്പല്ല് കാണും, അല്ലേ? മുടമ്പല്ലും. ഭഗവാൻ വാ വിളിച്ചപ്പോൾ ബ്രഹ്മാണ്ടങ്ങൾ കണ്ടു. നമ്മളെ കിട്ടാതെ നടക്കുമോ? ഇല്ല. അപ്പോൾ ആ ഭഗവാൻ അതുപോലെ രാസലീല നടത്തി. നമുക്ക് ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എത്രയാണ്, 9 ലക്ഷം ഗോപികമാരുടെ കൂടെ 9 ലക്ഷമായിട്ട് എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ 10,16,009 ഭാര്യമാർ, അവരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും പേരുടെ കൂടെ അത്രയും ഇതായിട്ട് എക്സ്പാൻഡ് ചെയ്ത് അവരുടെ എല്ലാം കൂടെ
അവരാഗ്രഹിക്കുന്ന സമയത്തെല്ലാം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഭഗവാൻ ഒഴിച്ചിട്ട് മറ്റാർക്കും സാധ്യമല്ല എന്നിരിക്കെ ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്തു, ശ്രീരാമ അവതാരത്തിൽ പൂർത്തിയാക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇത് പൂർണ്ണമായ ഭഗവാൻ ആയതുകൊണ്ട് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യം ഓം പൂർണ്ണമത പൂർണ്ണമിതം സർവസമ്പൂർണനായിട്ടുള്ള ഭഗവാൻ ആയതുകൊണ്ട് ശ്രീകൃഷ്ണ അവതാരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം പൂർത്തിയാക്കി. അതുപോലെ തന്നെ ശൂർപ്പണയുടെ ആഗ്രഹം പൂർത്തിയാക്കി, രത്നമാലയുടെ ആഗ്രഹം പൂർത്തിയാക്കി, പൂതനാമോക്ഷം കൊടുത്തു അല്ലേ. രത്നമാല മഹാബലിയുടെ മകളായിരുന്നു. പിന്നെ നമ്മളൊക്കെ അറിയാം ശൂർപ്പണക കുബ്ജയായിട്ട് വന്നു, അങ്ങനെ ബാലി ജരയായിട്ട് വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഭഗവാൻ ആ ഒരു ജന്മത്തിൽ പൂർത്തീകരണം കൊടുത്തു. പക്ഷെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ അനുകരിക്കാൻ പറ്റുന്നതാണ്, നമ്മളത് അനുകരിക്കണം. ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ വെണ്ണ കട്ടെടുക്കാനായിട്ട് നമ്മളെവിടെയും വെണ്ണ കട്ടെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മളെ ഓടിക്കും, അല്ലെ അടിച്ചു ഓടിക്കും, അല്ലെ പിടിച്ചു കെട്ടിയിടും. അതുപോലെ തന്നെ അങ്ങനത്തെയുള്ള ആ പ്രവൃത്തികളും, അതുപോലെ തന്നെ നമ്മൾ പെൺകുട്ടികൾ എവിടെയെങ്കിലും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ നിന്ന് ഞാൻ വസ്ത്രം എടുത്തുകൊണ്ട് അവരെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ സ്ത്രീ പീഡനത്തിന് പോക്സോ കേസിൽ വന്നിട്ട് എവിടെ കിടക്കും, ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതി ജയിലിൽ കിടക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്ത ഭഗവാൻ ചെയ്ത പ്രവൃത്തികളെ നമ്മൾ അനുകരിക്കുക അല്ല ചെയ്യേണ്ടത്. നമ്മൾ അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ആചാര്യവാണിയിൽ കൂടെ ശ്രവിച്ച് നമ്മളത് നമ്മളുടെ ജീവിതം പരിപൂർണതയിൽ എത്തിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഭഗവാൻ എന്താണ് ചെയ്യേണ്ട ഒരാവശ്യമേ ഇല്ലായിരുന്നു അല്ലേ. ഇതൊന്നും ചെയ്യേണ്ട ഭഗവാൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധം എല്ലാം ഒഴിവാക്കാമായിരുന്നു. എന്നിട്ടും ഭഗവാൻ എന്ത് ചെയ്തു, ദൂത് പോയി ഇടനിലക്കാരനായിട്ട് നിന്നു. എന്നിട്ട് പിന്നെ സാരഥിയായി മാറി. ഭഗവാന്റെ നാരായണീ സേനയെ മുഴുവനും അവർക്ക് കൊടുത്തു, കൗരവർക്ക് കൊടുത്തു. ഇവരുടെ കൂട്ടത്തിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കൂടെ നമ്മുടെ പാണ്ഡവരുടെ കൂടെ. അതുപോലെ തന്നെ ചെറിയ സൈന്യങ്ങളും ചെറിയ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അവരുടെ അടുക്കലായിരുന്നു ബലം. മഹാരഥന്മാരെല്ലാവരും മറ്റേ പക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ പൂർണ്ണനാണ്. അതുകൊണ്ട് ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹനാണ്. അദ്ദേഹത്തിന് പ്രവൃത്തികൾ, അദ്ദേഹത്തിന് ഒരംഗങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തി മറ്റ് പല അംഗങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ശ്ലോകം നമുക്ക് ബ്രഹ്മസംഹിതയിൽ നിന്ന് കിട്ടും. ആ ശ്ലോകം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതാർക്കാണ്, രാധിക മാതാജിക്ക് ഓർമ്മയുണ്ടോ? മാതാജി കേൾക്കുന്നുണ്ടോ? അത് വേറെ എന്തെങ്കിലും പ്രവൃത്തിയിലാണോ? ഓർമ്മയില്ല. പ്രഭു ബന്ധാസ്തു അതാണോ? ഇല്ലല്ല. ഓർമ്മ വരുന്നത്. അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദോജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഒരംഗങ്ങൾ കൊണ്ട് മറ്റു പല അംഗങ്ങളുടെ പ്രവർത്തിക്കാൻ പറ്റും. അദ്ദേഹം ഏതംഗങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓഫർ ചെയ്ത ഭോഗം സ്വീകരിക്കുന്നത്? പ്രസാദാക്കി തരുന്ന ഏതംഗം കൊണ്ടാണ്? അദ്ദേഹത്തിന് നേത്രങ്ങൾ കൊണ്ടാണ് അല്ലേ. അതുപോലെ അദ്ദേഹത്തിന് പുത്രോത്പാദനവും എന്താണ്, അദ്ദേഹത്തിന് നേത്രങ്ങൾ കൊണ്ടൊരു ദൃഷ്ടി മാത്രം മതി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി അദ്ദേഹത്തിന്റെ ശരീരവും ആത്മാവും ഒന്നാണ്. നമ്മൾക്കാണ് ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം അതീന്ദ്രിയ ശരീരം ആണെന്ന് പറയുന്നത്. നമ്മൾ ദഹിപ്പിക്കാനായിട്ടൊക്കെ ഒരു ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും ഭഗവാൻ മരിച്ചു, ഭഗവാനെ അടക്കി ദഹിപ്പിച്ചു എന്നൊക്കെ നമ്മൾ സാധാരണ ജനങ്ങളെ പോലെ നമ്മൾ കൃഷ്ണഭോഗത്തുള്ളവർ പറയാൻ പാടില്ല. കാര്യം അദ്ദേഹത്തിന്റെ ശരീരവും ആത്മാവും ഒന്നാണ്. അല്ല, അദ്ദേഹം അടുത്ത ധാമിലേക്ക് പോയി, അദ്ദേഹത്തിന്റെ അടുത്ത ബ്രഹ്മാണ്ടത്തിലേക്ക് ലീലകൾ ആടാനായിട്ട് പോവുകയാണ് ചെയ്തത്. പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെ, ദ്വാപരയുഗം വേറെ സ്ഥലത്ത് തുടങ്ങുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയി. അപ്പം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ പല പല ലീലകൾ ആടിക്കൊണ്ടിരിക്കുക. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർഷദന്മാരും അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളുമായിട്ട് ആ ലീലകളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
അപ്പൊ അതിനായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി, പല രൂപങ്ങളിലും ഭാവങ്ങളിലും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും മരണം ഇല്ല, അദ്ദേഹത്തിന്റെ ശരീരവും ആത്മാവും ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ടതായ യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക കൃത്യമായിട്ട്. പിന്നെ ഇവിടെ ആ ഒരു ആദ്യത്തെ പാരഗ്രാഫിൽ ആ ഒരു വൈദിക സാഹിത്യത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ അത് നിങ്ങൾ വായിച്ചു നോക്കണം, വളരെ നല്ലൊരു കമൻട്രിയാണത്. പിന്നെ ഈ ശ്വേതേശ്വര ഉപനിഷത്തിൽ പറയുന്ന 6, 7, 8 പറയുന്ന കാര്യം തന്നെയാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്ന അങ്കാനിയസ്യ എന്ന അതിൽ പറയുന്നത്. പിന്നെ അദ്ദേഹം വളരെ സമ്പൂർണനാണ് എന്ന് പറയുന്ന ആ ഭഗവാൻ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ വേറൊരാളെ വിളിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാര്യം ഭഗവാൻ എന്ന് പറയുന്ന 6 ഐശ്വര്യങ്ങൾ, ഷഡൈശ്വര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള ആളാണ്. ഷഡൈശ്വര്യങ്ങൾ എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാമോ? യശസ്, വീര്യം, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, 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 വൈരാഗ്യം, സമ്പത്ത്, ബലം, അല്ലേ? ഭഗവാന്റെ അത്രയും പരാശര മഹർഷി അല്ലേ? പരാശര മഹർഷിയാണ് ഇതിന് നിർവചനം കൊടുത്തത്. ഭഗവാൻ എന്നൊരാളെ വിളിക്കണമെങ്കിൽ ഷഡൈശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഭഗവാന്റെ അത്രയും സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയില്ല, ഭഗവാന്റെ അത്രയും ജ്ഞാനവാനായിട്ടുള്ളൊരു വ്യക്തിയില്ല, ഭഗവാന്റെ അത്രയും സൗന്ദര്യമുള്ള ഒരാളുമില്ല, ഭഗവാന്റെ അത്രയും വൈരാഗ്യം, വിരക്തി, അല്ലേ? ഗോപികാ വിരഹം എന്ന് പറയുന്ന അത്രയും ഒരു വിരഹം അതങ്ങനെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സീതാദേവിയെ എത്ര നാള് പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് സീതാദേവിയെ ആയിട്ട് വിരഹമായിരുന്നു ശ്രീരാമചന്ദ്ര ഭഗവാന്. അതുപോലെ തന്നെ രാവണൻ കട്ടുകൊണ്ട് പോയ സമയത്ത് വിരഹമായിരുന്നു. അപ്പൊ അത്രയും വിരക്തി അല്ലെങ്കിൽ വിരഹം അല്ലെങ്കിൽ വൈരാഗ്യം. അതുപോലെ തന്നെ നമ്മൾ മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ട് ഒരാള് തലയൊക്കെ പോയിട്ട് അത് പർവ്വതത്തിന്റെ മുകളിലിരുന്ന് സാക്ഷിയായിട്ട് ഇരിക്കുന്നല്ലേ? ഇതൊന്ന് ഭീമന്റെ മകനാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ കൗരവരുടെ പക്ഷത്തിലായിരുന്നു അദ്ദേഹം. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പണ്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളോട് ഈ കഥ. മഹാഭാരതം ഞാൻ സമ്മറി ചെയ്ത് പറഞ്ഞാണ്. സാക്ഷിയായിട്ട് നിൽക്കുന്നു. ഇവിടെ ആരാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സാക്ഷാൽ ഞാൻ കണ്ടത് ആകെ മയിൽപ്പീലി വെച്ച ഒരാളെ മാത്രമാണ് കണ്ടതെന്ന് പറഞ്ഞല്ലേ യുദ്ധം ചെയ്യുന്നത്. ഒരാൾ മാത്രമാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത് കണ്ടെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? ഞാൻ എന്ത് പറഞ്ഞപ്പോഴേ ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് വന്നത്? ഹരേ കൃഷ്ണ, ഞാൻ എന്ത് പറഞ്ഞു വന്നപ്പോഴാണ് ഇതിലേക്ക് ഡൈവേർട്ട്? ഷഡൈശ്വര്യങ്ങൾ, ഭഗവാന്റെ 6 ഐശ്വര്യങ്ങൾ, ഭഗവാൻ എന്ന പേരിന് അപ്പം ഭഗവാൻ. ഞാൻ ഒരേ ഒരാളെ മാത്രമേ ഉള്ളൂ എന്താണ് ഞാൻ കണ്ടുള്ളൂ അവിടെ യുദ്ധം. മയിൽപ്പീലി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ ആ യുദ്ധക്കളത്തിൽ കണ്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമുക്ക് അറിയാമല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഷഡൈശ്വര്യങ്ങൾ, അപ്പൊ അദ്ദേഹത്തിന്റെ അത്രയും ബലവും ജ്ഞാനവും കീർത്തിയും സമ്പത്തും യശസ്സും വൈരാഗ്യവും ഉള്ള ഒരു വ്യക്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം സർവ്വസമ്പൂർണനാണ്. അതുപോലെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ട്. യശസ്, കീർത്തി ഇത്രയും ഉള്ള ഒരാള് വേറെയില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ അധീനതയിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത്രയും സമ്പന്നമായിട്ടുള്ള ഒരു വ്യക്തിയില്ല. അപ്പൊ അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഭഗവാനോട് തുല്യം ഭഗവാൻ മാത്രം. അപ്പൊ അങ്ങനെ ഒരു കർത്തവ്യവും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഭഗവാൻ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രവർത്തിക്കാനുള്ള കാര്യം എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കാര്യം അത് നമ്മളെ പ്രവർത്തിച്ച് നമ്മളെ കാണിച്ചു തരുവാണ് ചെയ്യേണ്ടത്, അല്ല ചെയ്യുമായിരുന്നു, അല്ലെ? അർജുനന് വേണ്ട രീതിയിൽ ഉപദേശം കാണിച്ചു കൊടുത്തു. അതിന് സാരഥിയായിട്ട് നിന്ന് വേണ്ട ഉപദേശങ്ങളെല്ലാം കാണിച്ച് നമ്മളോട് പറഞ്ഞു തന്നു ഇന്നത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തന്നു. എന്നിട്ട്
അതുപോലെ തന്നെ വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്തിട്ടില്ല. നമ്മളുടെ കണ്ണില് ചിലപ്പോൾ ഒരു പക്ഷെ ഭഗവാൻ ചെയ്തത് അനീതിയാണെന്നൊക്കെ സാധാരണഗതിയിൽ ഈ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സത്യവും നീതിയും നിയമവും ഒക്കെ ഉണ്ടാക്കിയ ആരാണ്? അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും പറയുന്നത് ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് പറയുന്നു അതാണ് ധർമ്മം, അതാണ് നീതിയും. ഇവരെ എല്ലാം ഞാൻ ഓൾറെഡി വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ വിശ്വരൂപത്തില് ഇവരുടെ എല്ലാം ജഡമായ ശരീരം വരെ അർജുനൻ കണ്ടു കഴിഞ്ഞു. നീ എന്താണ്? എൻ്റെ ഒരു ടൂള് മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പം ഈ പറയുന്ന ഭഗവാന് പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പല അംഗങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് എവിടെയാണ് ഗോലോകത്തിൽ ഇരുന്നും വൈകുണ്ഠത്തിൽ ഇരുന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും വ്യക്തമാണ്. ഇവിടെ വന്ന് ഫിസിക്കലി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അർജുൻ ഒരു പേടിത്തൊണ്ടനായിട്ട് തിരിച്ചു പോരുവാണെന്നുണ്ടെങ്കിൽ അർജുനെ പറ്റി ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞേനെ? ഒരു ക്ഷത്രിയനായിട്ടുള്ള വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും അതുപോലെ തന്നെ പ്രജകളെയും അതുപോലെ തന്നെ അനീതിക്കെതിരെ പോരാതെ പേടിത്തൊണ്ടനായിട്ട് മുദ്ര കുത്തിയനെ. അപ്പൊ ഭഗവാൻ അതിന് അനുവദിച്ചില്ല. ഭഗവാന് പ്രവൃത്തി ചെയ്യാനായിട്ട് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ അതാണ് നമ്മൾ കണ്ടത്. ഇനി എല്ലാവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറയാം. സംശയമില്ലാത്ത സ്ഥിതിക്ക് ഒരു പോയിന്റ് പറയാം. സതി മാതാജി. ഇല്ലേ? അവിടെ സതി മാതാജി ഇല്ലാന്ന് തോന്നുന്നു. രതിദേവി മാതാജി പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി മുന്നേറാൻ കഴിയുന്നു. അപ്പൊ നമ്മള് വിശിഷ്ട ഭക്തന്മാരുടെ വഴി പിന്തുടരേണ്ടതാണ്. ശിബി മാതാജി. ഭഗവാൻ ആത്മാവും ശരീരവും ഒന്നാണ്. ഭഗവാൻ സമ്പൂർണ്ണ ഐക്യത്തോടുകൂടി കേക്കത്തില്ല മാതാജി. കേൾക്കുന്നില്ല പ്രഭുജി? ഇപ്പോ പറയട്ടെ. എന്ന് സമ്പൂർണ്ണ ഐശ്വര്യത്തോടും പൂർണ്ണമായിട്ട് നിലകൊള്ളുന്ന ഒരാളാണ്. പക്ഷേ ഭഗവാൻ നമ്മൾക്കെല്ലാം പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു തരുന്നത്. ഈസി ആയിട്ട് എല്ലാം ഒരു ഞൊടിയിടയിൽ ചെയ്യാൻ പറ്റുമെങ്കിലും ഭഗവാൻ നമുക്ക് റോൾ മോഡലായിട്ടും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ അമ്മയും അച്ഛനും ആയിരിക്കും നമ്മുടെ റോൾ മോഡൽ. നാട്ടിലാവുമ്പം അധ്യാപകനോ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയോ ആയിരിക്കണം. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്, അവർക്കും അതുപോലെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരും ധാർമ്മികവും അധ്യാത്മിക പ്രാമാണിക ഗ്രന്ഥങ്ങളെല്ലാം അവരുടെ മേഖലയിലുള്ളതിൽ അവര് നല്ല ജ്ഞാനമുള്ളവരായിരിക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി പറഞ്ഞോളൂ. ഭഗവാന് ഈ 3 ലോകങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിലും ഭഗവാൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ പ്രഭു? ഭഗവാന് കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ? പക്ഷെ എന്നാലും ഭഗവാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഗീതാ മാതാജി. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇതിനപ്പുറം ഇനി എന്തോ പറയേണ്ടത്? അതായത് ഭഗവാൻ പരിപൂർണനാണല്ലേ എല്ലാത്തിലും. ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ദാസനം ആയ ഒരു ഗുരുവിൽ നിന്നാണ് ഭഗവാനെ കുറിച്ച് അറിയേണ്ടത്, അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടത്.
ഭഗവാന്റെ ദാസനായ ഒരു ഗുരുവിൽ നിന്ന്, ഭഗവാനെ അറിഞ്ഞിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്ന് വേണം നമ്മൾ ഭഗവാനെ അറിയാൻ. ഊഹാപോഹങ്ങൾക്ക് ചെവി കൊടുക്കരുത്. ഊഹാപോഹങ്ങൾക്ക് ചെവി കൊടുക്കരുത്. അതിന് യാതൊരു പ്രാമാണികതയില്ല. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു ചെയ്യുന്നുവോ അത് നമ്മൾ അനുകരിക്കണം. അതാണ് ഗുരു, യഥാർത്ഥ ഗുരുവിന്റെ ഇതാണ്. അപ്പൊ ഗുരു എപ്പോഴും ആദ്യം അത് പറയുന്നത് ശീലിക്കുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ആളെ ഗുരുവായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അത് ഭഗവാന്റെ വാക്കുകൾ പിന്തുടരുന്ന ആളായിരിക്കണം ഗുരു. അതുപോലെ എന്താണ്, ആ സാമാന്യ ആൾക്കാരെ ശാസ്ത്രവിധിക്ക് അനുസരിച്ച് ജീവിക്കാൻ ഗുരു പഠിപ്പിക്കണം. അങ്ങനെയുള്ള ആ ഒരു പറയുന്നതും ചെയ്യുന്നതും ഒരേപോലെയുള്ള ഒരാളായിരിക്കണം ഗുരു എന്ന്. ഹരേ കൃഷ്ണ. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ ആണ് പറയേണ്ടത്. എന്ത് പറയുന്നു അത് ആചരിക്കുകയും വേണം. ഇത് രണ്ടും വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അതുപോലെ സുജന മാതാജി. സാധാരണ ജീവാത്മാവിന്റെ മൂർത്തരൂപം പോലെയല്ല ശ്രീ ഭഗവാന്റേത്. ഭഗവാന്റെ ആത്മാവും ശരീരവും വ്യത്യാസങ്ങളല്ല. ഹരേ കൃഷ്ണ. നല്ല പോയിന്റ് ആയിരുന്നു. അവിടുത്തെ ഇന്ദ്രിയങ്ങളെല്ലാം ദിവ്യങ്ങളാണ്. തന്റെ ഏതിന്ദ്രിയത്തിനും മറ്റൊന്നിനെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. മറ്റേതൊന്നിന്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഭഗവാന് സമാനമായോ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായോ ആരും തന്നെ ഇല്ല. ഹരേ കൃഷ്ണ. നല്ല പോയിന്റ് ആയിരുന്നു. സവിത മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തായ അർജുനനും കുരുക്ഷേത്ര യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മളെല്ലാവരും പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മള് ഇന്നത്തെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ ആരെ വേണം അനുകരിക്കാനായിട്ട് റോൾ മോഡൽ ആക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഭഗവാന് പ്രത്യേകിച്ച് കർമ്മമൊന്നും ചെയ്യേണ്ടി വരില്ലെങ്കിൽ അദ്ദേഹം കർമ്മം ചെയ്തതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ കൊണ്ട് നമ്മളത് പഠിച്ച് നമ്മളത് ആചരിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ആർക്കെങ്കിലും ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ എന്നോട് പറയുക. എന്നിട്ട് നമുക്ക് ലീഡ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ റിയലൈസേഷൻ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് പറയാം. അത്രയൊക്കെ. ജനക മഹാരാജനെ പറ്റി പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലീഡ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണിത്. ആരും പാഴാക്കരുത്. കിട്ടുന്ന ഓരോ അവസരം എന്ത് ചെയ്യണം, അതും ഇതാക്കണം. ഇന്ന് ഞാൻ മാതാജി എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാതാജി കാണാതെ കൊണ്ടാണ് ഞാൻ വോയിസ് സ്ട്രെയിൻ ചെയ്യേണ്ടിയൊക്കെ വന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യോ ച പതിനാനാം പാവനോഗ്യോ വൈഷ്ണവോ നമോ അനന്തകോടി വൈഷ്ണവന്ദ കീ ജയ. ഹരേ കൃഷ്ണ.